എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫൈനലി നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്നോടുകൂടെ അവസാനിക്കുകയാണ്. നമുക്കിനി ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് പബ്ലിഷ് ചെയ്യുന്നത് 1-ാം തീയതിയാണ്. അതിനുശേഷമാണ് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റും അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻസിലൊക്കെ മാറ്റങ്ങൾ വരുത്താം. പാരാമെഡിക്കൽ കോഴ്സുകൾക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് വന്ന ഉടനെ തന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് കൊടുത്ത എല്ലാവരെയും അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും. ആർക്കാണ് ഏകദേശം നിങ്ങളുടെ ഇപ്പോൾ നഴ്സിംഗ് മാത്രം നോക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ട്രയൽ ലഭിക്കുമോ എന്നുള്ള ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു അലോട്ട്മെൻറ്റ്. അപ്പോൾ അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി വീണ്ടും നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനും റീഅറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. നമുക്ക് പാരാമെഡിക്കലിൻ്റെ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അതിൻ്റെ കോളേജ് ലിസ്റ്റ് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഒക്കെ ലഭിച്ച കുട്ടികൾക്ക് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടോക്കൺ ഫീ എന്ന് പറയുന്ന ഒരു എമൗണ്ട്, അതായത് നമ്മൾ സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഇപ്പം അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികളാണെങ്കിലും പ്രൈവറ്റ് ലഭിച്ച കുട്ടികളാണെങ്കിലും ഒരു ടോക്കൺ ഫീ ഒരു എമൗണ്ട് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് എത്രയാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് 1-ാം തീയതിയാണ്. ഓഗസ്റ്റ് 1 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. മറ്റുള്ള അപ്ഡേറ്റ്സ് ഉടനെ തന്നെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ടേക്ക് കെയർ.